അങ്ങനെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞു. കേരളത്തിന്റെ നമ്പർ 1 ആയിട്ട് നമ്മുടെ വി ഡി സതീശൻ അവറുകൾ സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു. പല വർഗീയവാദികളുടെ മണ്ണാക്കി കൊടുക്കുന്ന ഒരു മറുപടിയാണിത്. കാരണം ഈ വർഗീയവാദികൾ നാഴികയ്ക്ക് 40 വട്ടം കിടന്ന് കുരച്ചുകൊണ്ടിരുന്നത് ഇന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർക്ക് ഇന്ന വകുപ്പുകൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ന് രണ്ടാമനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് സാക്ഷാൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. അതിനുശേഷം പിന്നൊരാള് സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ മന്ത്രിയാകാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്നു. ആ ലീഗിലുള്ള ഷാജി എന്ന് പറയുന്ന തീപ്പൊരി പ്രാസംഗികൻ, ചങ്കൂറ്റത്തോടുകൂടി കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തി. ഇനിയിപ്പോൾ വകുപ്പുകൾ എന്താക്കിയാന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതിലാട്ടോ. ഈ ഒരു വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ചിരിച്ച് പണ്ടാരം അടങ്ങിപ്പോവും. നമ്മുടെ നിഴൽശോഭ ചേച്ചീനെ നമ്മുടെ ഷാനി പ്രവാർ എടുത്തിട്ട് വറക്കുന്ന വർക്കിൽ കണ്ടാണല്ലോ. ഓഫ്, എന്താ മാസത്. നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത്. മുഴുവനായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ എൻഡിങ് വരെ നിങ്ങളത് കാണണം കേട്ടോ. നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദം പ്രവർത്തനങ്ങൾ നടന്നത് എവിടെയായിരുന്നു? നിങ്ങൾക്ക് കൊച്ചി കളമശ്ശേരിയിലായിരുന്നു അല്ലേ? മാർട്ടിൻ എന്ന് പറയുന്ന തീവ്രവാദി 7 സാധാരണക്കാരായിട്ടുള്ള സഹോദരങ്ങളുടെ ജീവനെടുത്തു. നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനമായിരുന്നു അത്. അതിനെക്കുറിച്ചിട്ട് ഇവിടുത്തെ കാസയോ സംഘികളോ ആരെങ്കിലും സംസാരിക്കൂ? ഇല്ല. പണ്ടങ്ങാണ്ട് ഈ SDP പരിപാടിക്ക്, മുസ്ലിം ലീഗിന്റെ പരിപാടിക്ക് നമ്മുടെ ഹമാസിന്റെ ഏതോ ഒരു നേതാവ് ഓൺലൈനിലൂടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വടിയും കൊടയും എടുത്തു വന്നിട്ടുള്ള ഈ വേട്ടാവളിയന്മാരെയും വേട്ടാവളിയത്തുവരെയൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. പാലക്കാട് നിന്ന് 8 നിലയിൽ പൊട്ടിയിട്ടും നമ്മുടെ ചേച്ചിക്ക് ഒരു കുറവുമില്ല. വീഡിയോ ഇച്ചിരി പഴയതാണെങ്കിലും അത് ഇപ്പോഴും കാണുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു സുഖമുണ്ടല്ലോ, അതൊരു വേറൊരു വൈബാണ് കേട്ടോ. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തോളൂ. നമ്മുടെ ഷാനി പ്രഭാകരനും ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനെ വേണം മാധ്യമ പ്രവർത്തക എന്നുള്ളത്. പല മാധ്യമ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകയും പഠിക്കേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് നമ്മുടെ ഷാനി പ്രഭാകർ. ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇതിനൊന്നും ഉത്തരം കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നിഴൽ ചേച്ചി ഉണ്ടല്ലോ, ആ നിഴലിൽ കിടന്ന് ഉഴുതു മറിയുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഓഫ് കണ്ടോ, ഞാൻ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. ഹമാസിന്റെ ഭീകരൻ വന്ന് സംസാരിച്ചതും കളമശ്ശേരിയിലെ സ്ഫോടനവും തമ്മിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ബന്ധമെന്താണ്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഏതാണ് കളമശ്ശേരിയിലെ സ്ഫോടനവും ഈ സംഭവവും തമ്മിൽ എന്ത് ബന്ധമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കാനുള്ളത്? ഞാൻ പറയട്ടെ, അതൊന്ന് ഈ കേസ് പറയും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ബന്ധമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എഴുതിയില്ലല്ലോ. എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ മലയാളത്തിലല്ലേ വായിച്ചു കേൾപ്പിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഭീകരവാദത്തെ ഞാൻ മലയാളത്തിലാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹമാസിന്റെ ഭീകരന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഇല്ലാത്ത പ്രൗഢി കൊടുത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ റാലിയിൽ പ്രസംഗിപ്പിച്ചത്? അതിനുശേഷം കേരളത്തിൽ പൊടുന്നനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ദേശീയ ഏജൻസി വന്നിട്ടുള്ളത്. പിണറായി വിജയന്റെ പോലീസ് മാത്രമല്ല ഇവിടെ അന്വേഷണം നടത്തുന്നത്. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച്, തോന്നലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നിങ്ങൾ പറയുന്ന രാജ്യസ്നേഹത്തിന് വിരുദ്ധമാണത്. നമ്മുടെ രാജ്യം ഇതുവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഉണ്ടാകുന്ന തോന്നലുകൾ ഇതുപോലുള്ള വലിയ സ്ഫോടനാത്മകമായ സമൂഹത്തിന് ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് പറ്റില്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഭാരത രാജ്യത്തിനെതിരായി ഭാരതം എന്ന് പറയുന്ന നിങ്ങൾ വെറുതെ സമയം കളയണ്ട. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നിൽ നിന്ന് പറയാൻ അനുവദിക്കുന്നില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ രണ്ടാമത്തെ സംഭവമോ ഒന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ പറഞ്ഞു 100 ചോദ്യം. ഒരു കാര്യം പറയാം, ഞാൻ കേരളത്തെ പ്രേക്ഷകരോടാണ് പറയുന്നത്. ഷാനി ചാനൽ ചർച്ചയിൽ എന്നോട് മാത്രം ചോദ്യം ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അരി വാരിയിട്ട് അതിനകത്ത് തേങ്ങയിടുന്ന പോലുള്ള പരിപാടി വേണ്ട. എന്ന് പറയുന്ന 1000-ലധികം വരുന്ന ആളുകളുടെ കഴുത്തറുത്ത ഭീകരനെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കുകയും അത് തെറ്റാണ് എന്ന് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് അറിയാതെ ചേർന്ന് പോകരുത്. കേരളത്തിൽ വന്നിട്ടല്ല സംസാരിച്ചത്, ഓൺലൈനാണ്. അതിൽ എന്ത് നടപടി എടുക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഭീകരവാദം ഉണ്ടോ ഇല്ലയോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാനും നിയമ നടപടി എടുക്കാനും വസ്തുതാപരമായി ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്.
സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം. നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് ശ്രീമതി ശോഭാ സുരേന്ദ്രന് അത് ഭീകരവാദമാണ്. എന്തുകൊണ്ടാണ് അത് ഭീകരവാദമായി ചർച്ച നയിക്കുമ്പോൾ ഷാനിക്ക് മനസ്സിലാകും. അല്ല, അത് ഭീകരവാദമാണോ? ഈ ചോദിച്ച ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത്. ഷാനി ചോദിച്ച എല്ലാ ചോദ്യത്തിനും അത് അനിൽ ആന്റണിയെ ഫോണിൽ വിളിച്ചാൽ മതി. അത് അനിൽ ആന്റണിയെ തിരുത്താൻ ഷാനി പറഞ്ഞാൽ മതി. നിങ്ങളുടെ ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്കെതിരെ ഇന്നെടുത്ത രണ്ടാമത്തെ കേസാണ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്ക് അങ്ങനെ കൃത്യമല്ലാത്ത ഒരു വിവരം കിട്ടുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കാനും ആ തെറ്റ് തിരുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കോളൂ. അതിനെക്കുറിച്ചല്ലോ ഇവിടുത്തെ ചർച്ച. വിഷയവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കൂ, ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോലും തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഇത് രണ്ടും എങ്ങനെയാണ് വേറെ ആകുന്നത്? കേരളത്തെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ്. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കൂടി പൂർത്തിയാക്കാൻ അനുവദിക്കൂ. രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത്, അദ്ദേഹം പോസ്റ്റ് ചെയ്തതെന്ന് നേരത്തെ അതിലെന്താണ് തെറ്റെന്ന് ഇപ്പോൾ ഗുരുതരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു വീഡിയോ ആണത്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമാണ്, നിങ്ങൾക്ക് സംശയമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അനിൽ ആന്റണി തയ്യാറാകണം. എങ്ങനെ തിരുത്തണം? എന്തിനാണ് രാജു ചന്ദ്രശേഖരനെ പറഞ്ഞത്? ആ തെറ്റെന്തിനാണ് പറ്റുന്നത്? കേരളത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ അതായത് ബിജെപിയുടെ പ്രതിനിധിക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വസ്തുതാപരമായ ചോദ്യമാണ്. ഇന്ന് അനിൽ കെ ആന്റണിക്കെതിരെയും കേരളം കേസെടുത്തിട്ടുണ്ട് വിദ്വേഷ പ്രചരണത്തിന്. ബിജെപിയുടെ നിലപാടെന്താണ്? നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ വിട്ടിട്ട് പോകണം. പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഏതാണ് ചർച്ച ചെയ്യുന്നത്? നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നതാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൗകര്യമുള്ളത് ചർച്ച ചെയ്യാം. അതെ, എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾക്ക് പറയാം. അറിയിച്ചിട്ട് വിളിച്ചാൽ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. എന്റെ പൊന്ന് ഷാനി, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്നാവൂല. ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടിട്ട് അത് വലിച്ചൂരി എടുത്താലേ അത് വളഞ്ഞേ ഇരിക്കത്തുള്ളന്നേ, അത് നേരെ ഇരിക്കത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിഡ്ഢിത്തരവും പൊട്ടത്തരങ്ങളല്ലാതെ ഇവരുടെ വായിൽ നിന്നൊന്നും വരില്ലെന്നേ. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ കണ്ട് അട്ടഹസിച്ച് ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മാതിരി കോമഡി പീസുകളാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തിനകത്തുള്ളത്. ഓരോന്നോരോന്ന് വരുന്നതനുസരിച്ച് ഇങ്ങനെ ചാനലിൽ നിന്ന് അടിയും തൊഴിയും കൊണ്ട് ഇറങ്ങി ഓടലാണ് സാധാരണ പതിവ്. ഇവരുടെയൊക്കെ വിചാരം ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇവരെയൊക്കെ നിയമസഭയിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നിയൊന്നും അല്ല ഇവർ ഇതേവരെ സമരം നടത്തിയിട്ട്. ഇപ്പം കോൺഗ്രസ് സർക്കാർ ഇപ്പം 15-ാം തീയതി സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കുമെന്ന് പറഞ്ഞ്, എടാ ആ സർക്കാർ അങ്ങോട്ട് അധികാരത്തിലോട്ട് കയറിയാലല്ലേ ഇത് നടപ്പാക്കോ ഇല്ലെന്ന് അറിയാം. അതിനു മുമ്പേ വടിയും കൊടയെടുത്ത് ചാടിയ സംഗിണി ചേച്ചിമാരുണ്ടല്ലോ, ചേച്ചിയുടെ തോഴിമാരാ. എന്താണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് വകുപ്പുകൾ ഇവർ തരുന്നുണ്ട്. കിട്ടില്ല മറുപടി കേട്ടോ. ഷാനി ബിഗ് സല്യൂട്ട്. ഇങ്ങനെ വേണം മറുപടി കൊടുക്കുക. ഇതിനാണ് നമ്മൾ പറയുന്നത് പച്ചയ്ക്ക് അടിച്ചണ്ണാക്കിൽ കയറ്റി കൊടുത്തു എന്നുള്ളത്. എന്തായാലും ചേച്ചി ഓടിയ വഴിക്ക് പുല്ല് പോലും കിളിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. കണ്ടം വഴി ഓടിയിട്ടുണ്ട്. കിട്ടില്ല വീഡിയോ ആയിരുന്നു. ഇപ്പം ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.